നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുണ്ടറ ട്രെയിൻ അട്ടിമറി കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം 20 പ്രതികളെയും 14 ദിവസത്തേക്ക് കൊല്ലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. മാത്രമല്ല ഇവരെ NIA ചോദ്യം ചെയ്യുകയും ചെയ്തു. കുണ്ടറ സ്വദേശികളായ അരുൺ, രാജേഷ് എന്നിവരാണ് റിമാൻഡിലുള്ളത്. NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളാണ് ഇവരെ ചോദ്യം ചെയ്തത്. റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ചത് തങ്ങളാണ് എന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി വരുത്താൻ ശ്രമിച്ചു എന്നാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന FIR. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഇവരുടെ മറ്റ് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കുണ്ടറയിൽ നടന്നത് ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയെന്ന് FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിൻ അട്ടിമറിച്ച് ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശം ഇതായിരുന്നു പ്രതികളുടേത്. പ്രതികൾ ടെലിഫോൺ പോസ്റ്റ് ട്രാക്കിൽ വെച്ചത് ആ ഉദ്ദേശത്തോടെ തന്നെയാണ് എന്നാണ് FIR-ൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പുഴ സ്വദേശി അരുൺ, കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ BNS, റെയിൽവേ ആക്ട് എന്നിവ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആറുമുറിക്കടവ് പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളായ യുവാക്കൾ ഗേറ്റ് കീപ്പറെ വിവരം അറിയിച്ചു. ഏഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധന നടത്തി. എന്നാൽ പുലർച്ചെ RPF നടത്തിയ പരിശോധനയിൽ വീണ്ടും ട്രാക്കിൽ പോസ്റ്റ് കണ്ടെത്തി. രണ്ടാമത് പോസ്റ്റ് കണ്ടെത്തിയത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു. വലിയ ഒരു ദുരന്തമാണ് ഒഴിഞ്ഞുപോയത്. പിന്നാലെ പുനലൂർ റെയിൽവേ പോലീസ്, റെയിൽവേ ഇന്റലിജൻസ് വിഭാഗം, മധുരൈ റെയിൽവേ ക്രൈം ബ്രാഞ്ച് എന്നിവർ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിൽ പെരുമ്പുഴയിൽ നിന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. 2 ദിവസം മുമ്പും പ്രതികൾ സ്ഥലത്ത് എത്തിയിരുന്നതായി കണ്ടെത്തുകയുണ്ടായി. നൈറ്റ് പെട്രോളിംഗിനിടെ പോലീസ് ഇവരെ കണ്ടു എന്ന വിവരം അടക്കം പുറത്തുവരികയും ചെയ്തു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണം ഇതിലാണ് കുറ്റകൃത്യം നടന്ന സമയത്ത് ഈ പ്രതികൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നതിന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തു. കാസ്റ്റ് അയൺ എടുക്കാൻ വേണ്ടിയാണ് ടെലിഫോൺ പോസ്റ്റ് എടുത്തതെന്നും ടെലിഫോൺ പോസ്റ്റിൽ നിന്നും കാസ്റ്റ് അയൺ വേർപെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് റെയിൽ ട്രാക്കിൽ കൊണ്ടുവച്ചത് എന്നും പ്രതികൾ പറയുന്നുണ്ട്. ടെലിഫോൺ പോസ്റ്റിൽ നിന്ന് കാസ്റ്റ് അയൺ അടിച്ചു പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. തുടർന്ന് ടെലിഫോൺ പോസ്റ്റ് ഉപേക്ഷിച്ചു പോയി എന്നാണ് ഇവർ പറയുന്നത്. മദ്യലഹരിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങൾ ചെയ്തത് എന്നതിൻ്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് പ്രതികൾ പറയുന്നത്. എന്തായാലും വളരെ വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിഞ്ഞുപോയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.